രാഹുൽ ഗാന്ധി എം പി ജില്ലാ കളക്ടർ ഡോക്ടർ രേണുരാജിനെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തിരക്കി. LDFും UDFും BJPയും വയനാട്ടിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ പ്രകോപനപരമായ സന്ദേശം പ്രചരിപ്പിച്ചവർക്കെതിരെ പോലീസ് കലാപാഹ്വാനത്തിന് കേസെടുത്തു. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. അരുൺ, നാളെ ഹർത്താലാണ് വയനാട്ടിൽ. ജനങ്ങൾ വലിയ രോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. വനം വകുപ്പിനെതിരെ ജനരോഷം ഇരമ്പുന്നത് നമ്മൾ പലതവണ ഇന്ന് കണ്ടതാണ്. എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം? ഈ നാട്ടുകാർ ഉന്നയിക്കുന്ന ഗൗരവമുള്ള പ്രശ്നങ്ങൾ ഏതെങ്കിലും തരത്തിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയുന്നുണ്ടോ? ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ അവിടെ എത്തിയിട്ടുണ്ടോ? വിജയകുമാർ, ഈ വയനാട് ജില്ലയിൽ നാട്ടുകാർ ഭീതിയിലാണ് എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ മലയോര ജനത, അവർ കാർഷിക മേഖലയെ, കാർഷിക വൃത്തിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. കൃഷി ഉപജീവനമാക്കിയ ആളുകളാണ്. ഈ ഭാഗത്തേക്ക് ഈ വന്യമൃഗങ്ങൾ നിരന്തരമായി ഇറങ്ങുന്നൊരു സാഹചര്യം. തുടർച്ചയായി കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നു. 2 പേർ ഇപ്പോൾ തുടർച്ചയായി മരിക്കുന്നു. കടുവയുടെ ആക്രമണം വയനാട് പടമലയിലും പുൽപ്പള്ളിയിലുമൊക്കെ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു. വനം വകുപ്പ് നിസ്സഹായമായി നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. വനം വകുപ്പിനും പ്രത്യേകിച്ച്, അതായത് ഈ സുരക്ഷയൊരുക്കുക, ജനങ്ങൾക്ക് സുരക്ഷയൊരുക്കുക, അവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുക എന്നതിലുപരി മറ്റൊരു മാർഗവുമില്ലാതെ വനം വകുപ്പ് നോക്കി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതാണ് വയനാട് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾ ഒന്നാകെ ഭീതിയിലാണ്. ജനങ്ങൾ വനം വകുപ്പിനെതിരെ രൂക്ഷമായി പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് വനം വകുപ്പിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. നിയമം പൊളിച്ചെഴുതുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അത്രത്തോളം ഈ കാടുകളിൽ വന്യമൃഗങ്ങൾ പെരുകിയിരിക്കുന്നു. പ്രത്യേകിച്ച് ആനയും കടുവയും ഒക്കെ പെരുകിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവയ്ക്ക് നാട്ടിലിറങ്ങേണ്ട ഒരു സാഹചര്യമുള്ളത് എന്നാണ് നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത്. നാളെ വയനാട്ടിൽ BJPയും കോൺഗ്രസും CPMും ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികൾ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നാളെ പോളിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കും. നാളെ വലിയൊരു പ്രതിഷേധത്തിനാണ് വയനാട് ജില്ല കളമൊരുങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം ഓപ്പറേഷൻ മഗ്ന ഇപ്പോഴും അത് ഫലപ്രദമായി വിജയം കൈവരിച്ചിട്ടില്ല. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ വയനാട് ജില്ലയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ, DFO ഉൾപ്പെടെയുള്ള CCF ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും ഈ വന്യമൃഗശല്യം ചെറുക്കാൻ ഒന്നടങ്കം ഒരു കൈയോടെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ജില്ലാ കളക്ടർ ഇതുവരെയും വനം വകുപ്പ് ഈ ഇത്തരത്തിൽ വന്യജീവി ആക്രമണം നേരിട്ട സ്ഥലങ്ങളിലേക്ക് എത്തുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പരാതികളൊക്കെ ജനങ്ങൾ അത് ജില്ലാ ഭരണകൂടത്തെയും അതുപോലെ തന്നെ വനം വകുപ്പിനെയും ഒക്കെ അറിയിക്കുമ്പോഴും ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ ഇടപെടുന്നേ ഇല്ല എന്നൊരു പരാതി ജനങ്ങൾക്ക് വ്യാപകമായി വരുന്നുണ്ട്. ഒപ്പം സർക്കാരിനെതിരെയും രൂക്ഷമായ പ്രതികരണങ്ങളാണ് വയനാട്ടിൽ നിന്ന് ഉയർന്നു വരുന്നത്. നാളെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ജില്ലയിൽ ഉണ്ടാവുമെന്നാണ് മനസ്സിലാവുന്നത്. വിജയകുമാർ. യെസ്, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നാളെ LDF, UDF, BJP ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് ഉറപ്പാണ്. അത് വനം വകുപ്പ് എന്ത് പറയും, എന്ത് വിശദീകരണം നൽകും ഈ ജനങ്ങളോട് എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. ജില്ലാ കളക്ടർ ഈ മേഖലകളിൽ സന്ദർശിക്കുന്നില്ല, ജനങ്ങളെ കേൾക്കുന്നില്ല എന്ന പരാതി വ്യാപകമാണ്. അതേസമയം കാട്ടാന ആക്രമണത്തിൽ മരിച്ച പോളിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടക്കും എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോഴുള്ളത്.